കുടിവെള്ളം കിട്ടാക്കനിയായതോടെ പുഴക്കരയിലേക്ക് താമസം മാറ്റി കുടുംബങ്ങൾ. ചാലിയാർ പഞ്ചായത്തിലെ പ്ലാക്കൽച്ചോല ആദിവാസി നഗറിലെ 24 ഗോത്ര കുടുംബങ്ങളിലെ 84 പേരാണ് കാഞ്ഞിരപ്പുഴയുടെ മായമ്പള്ളിക്കടവിൽ താമസമാക്കിയിരിക്കുന്നത്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കിടന്നുറങ്ങുന്നത് പുഴയുടെ തീരത്തെ പാറക്കെട്ടുകളിലാണ്. പ്ലാക്കൽച്ചോല നഗറിലെ കാട്ടുചോല വറ്റിയതോടെയാണ് മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ കുടുംബങ്ങൾ 12,000 ഉൾവനത്തിലൂടെ ഒഴുകുന്ന കാഞ്ഞിരപ്പുഴയുടെ തീരത്തിലേക്ക് താമസം മാറ്റിയതെന്ന് നഗറിലെ ഉണ്ണിമോളും തങ്കമണിയും പറയുന്നു. അധികൃതരോട് എല്ലാ വർഷവും വേനൽക്കാലത്ത് കുടിവെള്ളം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ടെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ പറയുന്നു. കുടിവെള്ളം ഉറപ്പാക്കാനായി വീടുകൾ വിട്ട് പുഴയോരത്തേക്കിറങ്ങിയ കുടുംബങ്ങൾ രാത്രിയിലും കഴിയുന്നത് പുലിയുടെയും കാട്ടാനകളുടെയും ആക്രമണം ഭയന്നാണ്. തങ്ങളുടെ നായ്ക്കളെ പുലി രാത്രി പിടിച്ചുകൊണ്ടു പോകുന്നതായും ഇവർ പറയുന്നു. മാമ്പഴ സീസണായതിനാൽ കാട്ടാന ശല്യവുമുണ്ട്. രാത്രികാലങ്ങളിൽ കാവലിനായി ഇവർ തങ്ങളുടെ വളർത്തു നായ്ക്കളെയും പുഴയോരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുഴയോരത്തേക്ക് താമസം മാറ്റിയത് കുട്ടികളുടെ പഠനത്തെയും ബാധിച്ചു. രോഗബാധിതരായ പ്രായമുള്ള ആളുകളെ കൊണ്ട് 2 കിലോമീറ്റർ ദൂരം എടുത്തുകൊണ്ടുവന്ന ശേഷം വേണം ആശുപത്രികളിൽ കൊണ്ടുപോകാനും. കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് 500 മീറ്ററിനുള്ളിലായി 24 കുടുംബങ്ങളിലെ 84 പേർ കഴിയുന്നു. പാറപ്പുറത്ത് ടാർപ്പായി വിരിച്ചാണ് കുട്ടികൾ ഉൾപ്പെടെ കിടന്നുറങ്ങുന്നത്. പോന്നിട്ട് ഇപ്പോൾ 2 മാസത്തോളം അയക്കണം പുഴയ്ക്ക്. മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഇനി മഴ തുടങ്ങിയിട്ടേ പോകുള്ളൂ. മഴ തുടങ്ങണ വരെ കാത്തിരിക്കുക പുഴയിൽ. ഏകദേശം കുറച്ച് മഴ തന്നെയും കിട്ടിയാൽ തന്നെ വെള്ളം കിട്ടാൻ ഇതുണ്ടാവുള്ളൂ. ഇവിടെ വീടൊന്നുമില്ല. വീടൊക്കെ അങ്ങ് എന്താ കുറച്ച് പോകണം. രാത്രിയിൽ ഇവിടെ പറമ്പ തീയിട്ടൊക്കെ കിടന്നുറങ്ങും. ആനയൊക്കെ ഉണ്ട്. ഇപ്പൊ മാങ്ങക്കാലം കൂടെ ആയ കാരണം ഇഷ്ടംപോലെ ആനകളാണ്. പിന്നെ രാത്രിയിൽ ഈ വയസ്സ് വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഇത് ആനയൊക്കെ കാണുമ്പോൾ വലിയ പാറിൻ്റെ മേലേക്ക് ഓടിക്കയറാനൊക്കെ ഭയങ്കര ഗതികേടാണ്. മൊത്തം 24 വീടുണ്ട് അവിടെ. എല്ലാവരും പുഴയിൽ തന്നെ ഉണ്ട്. പുഴയിൽ ഓരോ സ്ഥലത്തായിട്ട്. ഇവിടുന്ന് അങ്ങ് വരെ ആൾക്കാരുണ്ട്. പുഴയിൽ താഴെ ഉണ്ട് കുറച്ച് ആൾക്കാർ. വെള്ളമില്ലാത്ത കാരണം തന്നെ പോകുന്നത്. കാഞ്ഞിരപ്പുഴ തന്നെ വേനൽക്കാലം. അത് കൊല്ലത്തിനും ഉള്ളത് തന്നെ. ഓല ഇലക്ഷൻ സമയത്തൊന്ന് വരും. പിന്നെ ഓൻ്റെ ഇത് കഴിയുമ്പോൾ ഓല് പോകും. അത് നോക്കണില്ല. ഇനി മഴ പെയ്ത വെള്ളമായ ശേഷം വേണം വീടുകളിലേക്ക് മടങ്ങാൻ. പല വീടുകളും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണെന്നും ഇവർ പറയുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒരിറ്റ കുടിവെള്ളം ഉറപ്പാക്കാൻ ആദിവാസി കുടുംബങ്ങൾക്ക് വീടൊഴിവാക്കി പുഴയോരത്ത് അഭയം തേടേണ്ടി വന്നത്. ജനപ്രതിനിധികളോ ITDP അധികൃതരോ ആരോഗ്യവകുപ്പോ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക, ഇവരും മനുഷ്യരാണെന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം ജില്ലയിലാകെ രൂക്ഷമാവുകയാണ്. കേരള വിഷൻ, വണ്ടൂർ.